ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അർച്ചന ചേച്ചി LLB സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ചന്ദ്രയുടെ ജാമ്യാപേക്ഷ ജഡ്ജിക്ക് മുന്നിൽ കൊടുക്കുകയാണ് വിജയ് ശങ്കർ. അത് നോക്കിക്കൊണ്ട് ജഡ്ജി ചോദിക്കുന്നുണ്ട്, അവരാണോ പ്രതി ചന്ദ്രലേഖ എന്ന്. അച്ചുവപ്പ അതേ എന്ന് പറയുകയാണ്. വിജയ് ശങ്കർ അപ്പം ചന്ദ്രയോട് പറയുന്നുണ്ട് നമസ്കാരം പറയേ എന്ന്. അങ്ങനെ ചന്ദ്ര ജഡ്ജിയോട് നമസ്കാരം എന്ന് പറഞ്ഞുകൊണ്ട്, സാർ ഞാനാണ് ചന്ദ്രലേഖ. ഈ നിൽക്കുന്നത് എൻ്റെ ഭർത്താവ് വിജയ് ശങ്കറാണ്. നിൽക്കുന്ന ഇൻസ്പെക്ടർ അദ്ദേഹത്തിൻ്റെ സഹോദരി ഭർത്താവാണ്. അങ്ങനെ ചന്ദ്ര പറയുമ്പോൾ വിജയ് ശങ്കർ ചന്ദ്രയോട് ചന്ദ്ര മിണ്ടാതിരിക്കേ എന്ന് പറയാണ്. ചന്ദ്ര ഇപ്പൊ പറയുന്നുണ്ട് വിജയേട്ടനൊന്നും മിണ്ടാതിരിക്കേ, മജിസ്ട്രേറ്റ് സാറിനോട് കാര്യം പറഞ്ഞാൽ മനസ്സിലാവും. ഞാൻ പ്രതിയല്ല, എന്നെ എല്ലാവരും കൂടി ചേർന്ന് പ്രതിയാക്കിയതാണ്. പെട്ടെന്ന് ജാമ്യം തന്നിരുന്നുവെങ്കിൽ എനിക്ക് വീട്ടിലേക്ക് പോവാം. അങ്ങനെ ചന്ദ്ര പറയുമ്പോൾ എല്ലാവരും തന്നെ ഇവരെന്താണ് ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് നോക്കി നിൽക്കുകയാണ്. ജഡ്ജി അപ്പോ വിജയ് ശങ്കറിനോട് ചോദിക്കുന്നുണ്ട്, വിജയ് ശങ്കർ ആരാണ്, പ്രതിയാണോ അതോ അവരുടെ വക്കീലാണോ എന്ന് ചോദിക്കുകയാണ്. വിജയ് ശങ്കർ അപ്പോ മജിസ്ട്രേറ്റിനോട് പറയുന്നുണ്ട്, സോറി സാർ, ഞാൻ ഇവർക്ക് വേണ്ടി മാപ്പ് ചോദിക്കുന്നു. ഇവർക്ക് കോടതി റൂൾസ് ഒന്നും അറിയില്ല, അതുകൊണ്ടാണ് എന്ന് പറയാണ്. മജിസ്ട്രേറ്റ് അപ്പോൾ വിജയ് ശങ്കറിനോട് പറയുന്നുണ്ട്, കോടതിയിൽ പ്രതിയെ ഹാജരാക്കുമ്പോൾ ഇവിടെയുള്ള നിയമങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കണ്ടേ വക്കീലെ, ഇല്ലെങ്കിലും പ്രതി നിങ്ങളുടെ ഭാര്യയല്ലേ എന്നങ്ങനെ ചോദിക്കുകയാണ്. വിജയ് ശങ്കർ അപ്പോൾ ആകെ നാണം കെട്ട് അങ്ങനെ നിൽക്കുകയാണ്. വിജയ് ശങ്കറിന്റെ അസിസ്റ്റന്റ് വക്കീൽ അപ്പോൾ ചന്ദ്രയോട് പറയുന്നുണ്ട്, മാഡം ഇനി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാഡത്തിന്റെ ജാമ്യം കിട്ടാതെ പോകുമെന്ന് പറയാണ്. വീണ്ടും ആ ഫയലുകളെല്ലാം നോക്കിക്കൊണ്ട് മജിസ്ട്രേറ്റ് വിജയ് ശങ്കറിനോട് പറയുന്നുണ്ട്, ഇത് കോടതി അടിയന്തരമായി ഇടപെടേണ്ട കേസാണല്ലോ. അപ്പോഴാണെങ്കിൽ പോലീസും കസ്റ്റഡി അപേക്ഷ തന്നിട്ടുണ്ട്. ശങ്കറിന് ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളതെന്ന് ചോദിക്കുമ്പോൾ വിജയ് ശങ്കർ പറയുന്നുണ്ട്, ഇത് പോലീസുകാരുടെ പ്രതികാരമാണ് സാർ. ഈ കേസിൽ ആദ്യം മറ്റൊരു പ്രതിയെ അറസ്റ്റ് ചെയ്തതാണ്. കക്ഷി എന്റെ പ്രതിക്കെതിരെ കേസെടുത്തിരിക്കുന്ന ഈ ഇൻസ്പെക്ടറുടെ സഹോദരനാണ്. സഹോദരനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇൻസ്പെക്ടർ ഈ കേസ് വീണ്ടും റീഫൈൻ ചെയ്തിരിക്കുകയാണ് സാർ. സ്വജനപക്ഷപാതമാണ്, കെട്ടിച്ചമച്ച കേസാണ് സാർ, ഇത് ഒരിക്കലും നിലനിൽക്കില്ല. അങ്ങനെ വിജയ് ശങ്കർ പറയുമ്പോൾ ചന്ദ്രയ്ക്ക് ഇതെല്ലാം കേട്ടു ഒരുപാട് സന്തോഷാവുന്നുണ്ട്. മനസ്സിലങ്ങനെ ചന്ദ്ര സന്തോഷം കൊണ്ട് ചിന്തിക്കുന്നുണ്ട്, അവരുടെ മുന്നിൽ വിജയേട്ടൻ കസറാണല്ലോ, അവർക്കും ഉത്തരം മുട്ടി, ഇനി ജാമ്യം തരാതെ ഇവർക്ക് വഴിയില്ല എന്ന് ചന്ദ്ര അങ്ങനെ ചിന്തിക്കുകയാണ്. മജിസ്ട്രേറ്റ് അപ്പോ വിജയ് ശങ്കറിനോട് ചോദിക്കുന്നുണ്ട്, ഈ ചന്ദ്രലേഖയും ഇൻസ്പെക്ടറും എന്തുവാണെന്ന് പ്രതി തന്നെയല്ലേ നേരത്തെ പറഞ്ഞത്, എങ്ങനെയാണ് ഇത് സ്വജനപക്ഷപാതമാവും? മിസ്റ്റർ ഇൻസ്പെക്ടർ, ഈ പ്രതിയുടെ കസ്റ്റഡി അപേക്ഷയുടെ ആവശ്യം എന്താണ് എന്ന് ജഡ്ജി അങ്ങനെ ചോദിക്കുകയാണ്. അച്ചു അപ്പൊ പറയുന്നുണ്ട്, സാർ ഈ പ്രതി സ്വയം രക്ഷപ്പെടാനായി ചിലരെ പ്രതിയാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് സാർ, പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. സമാനമായ തട്ടിപ്പ് ഇതിനു മുന്നേ ഇവർ ചെയ്തിട്ടുണ്ടോ എന്ന് കണ്ടെത്തേണ്ടതുണ്ട്. പോലീസിന്റെ ഡ്യൂട്ടിക്ക് തടസ്സം വരുന്ന തീരുമാനം ബഹുമാനപ്പെട്ട കോടതിയിൽ നിന്നും ഉണ്ടാവരുതെന്ന് താഴ്മയായി ഞാൻ അപേക്ഷിക്കുന്നു എന്നങ്ങനെ അച്ചു പറയുന്ന സമയത്ത് വിജയ് ശങ്കർ പറയുന്നുണ്ട്, യുവർ ഓണർ, പോലീസിന്റെ ഈ ആർഗ്യുമെന്റ്സ് പ്രതിയുടെ മൗലികാവകാശത്തെ ഹാനിക്കുന്നതാണ്. പോലീസ് കസ്റ്റഡിയിൽ നിന്നും എന്റെ പ്രതിക്ക് മർദ്ദനമേറ്റിട്ടുണ്ട്. അങ്ങനെ വിജയ് ശങ്കർ പറയുമ്പോൾ ചന്ദ്ര അത് ഏറ്റു പറയുന്നുണ്ട്, ആ സാറേ, ഈ പോലീസ് എന്നെ മർദ്ദിച്ചിട്ടുണ്ട്, ക്രൂരമായിട്ടാണ് മർദ്ദിച്ചത്. പോലീസ് കസ്റ്റഡിയിൽ ഇനിയും വിട്ടാൽ എന്നെ ഇനിയും ഇവർ മർദ്ദിക്കും. അങ്ങനെ ചന്ദ്ര പറയുമ്പോൾ ജഡ്ജി പറയുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ഇവിടെ വക്കീലുണ്ടല്ലോ, വക്കീല് സംസാരിക്കട്ടെ എന്ന് ജഡ്ജി അങ്ങനെ പറയുമ്പോൾ രവികുമാർ ചന്ദ്രയോട് പറയുന്നുണ്ട്, മാഡം അല്പം ക്ഷമ കാണിക്കേ, അല്ലെങ്കിൽ ജാമ്യം കിട്ടാതെ പോകുമെന്ന് പറയാണ്. ജയശങ്കർ വീണ്ടും പറയുന്നുണ്ട്, യുവർ ഓണർ, ഇവിടെ വാദിഭാഗത്തിന് ഒബ്ജക്ഷൻ ഇല്ല എന്ന് പറയുമ്പോൾ ജഡ്ജി ചോദിക്കുന്നുണ്ട്, വാദിഭാഗവും പ്രതിഭാഗവും നിങ്ങൾ തന്നെയല്ലേ, അത് ശരിയാവില്ലല്ലോ എന്ന് ജഡ്ജി ചോദിക്കുമ്പോൾ വിജയ് ശങ്കർ പറയുന്നുണ്ട്, വാദിഭാഗത്ത് നിന്നും ഞാൻ ഒഴിഞ്ഞു, ഇപ്പോ വാദിഭാഗത്ത് വക്കീലില്ല, അതുകൊണ്ട് ഒബ്ജക്ഷനുമില്ല, അതുകൊണ്ട് എന്റെ പ്രതിക്ക് ജാമ്യം കിട്ടുന്നതിൽ ഒബ്ജക്ഷനുമില്ല എന്ന് വിജയ് ശങ്കർ അങ്ങനെ ജഡ്ജിയോട് പറഞ്ഞ് അതിന്റെ പേപ്പേഴ്സ് എല്ലാം ജഡ്ജിക്ക് കൊടുക്കുകയാണ്. വീണ്ടും വിജയ് ശങ്കർ പറയുന്നുണ്ട്, യുവർ ഓണർ, അതുകൊണ്ട് എന്റെ പ്രതിക്ക് ജാമ്യം തരണമെന്ന് വീക്ഷിക്കുന്നു എന്ന് പറയാണ്. ജഡ്ജി അപ്പോ വിജയ് ശങ്കറിനെ ഞെട്ടിച്ചുകൊണ്ട് പറയുന്നുണ്ട്, അതിഭാഗത്തു നിന്നും വക്കാലത്ത് പോയിട്ടുണ്ടല്ലോ, അതിഭാഗം വക്കീല് ഹാജരുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് മാസ് എൻട്രിയുമായി അർച്ചനയും ദീപ്തിയും എത്തുകയാണ്. അർച്ചന എന്നിട്ട് ഹാജരുണ്ട് സാർ എന്ന് പറയുമ്പോഴേക്കും എല്ലാവരും തന്നെ അർച്ചനയെ നോക്കുകയാണ്. ജയശങ്കറും ചന്ദ്രയുമാണെങ്കിൽ ആകെ ഞെട്ടിത്തരിച്ചങ്ങനെ നിൽക്കുന്നുണ്ട്. അർച്ചന എന്നിട്ട് ജഡ്ജിയോട് പറയുന്നുണ്ട്, ഗുഡ് ഈവനിങ് സാർ, ലിമറ്റം ഫിനാൻസ് കേസിന്റെ വക്കാലത്ത് അർച്ചന അസോസിയേറ്റ്സ് ഏറ്റെടുത്തിരിക്കുന്നു സാർ, രേഖാമൂലം ഞങ്ങൾ ഇവിടെ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ദീപ്തി തന്റെ കയ്യിലുള്ള ഫയൽ എടുത്ത് ജഡ്ജിക്ക് കൊടുക്കുകയാണ്. ചന്ദ്രയാണ്
ചന്ദ്രയാണെങ്കിൽ ആകെ ദേഷ്യത്തോടെ വിജയ് ശങ്കറിനോട് മെല്ലെ ചോദിക്കുന്നുണ്ട്, ഇവളെന്തിനാണ് ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നത്, എന്റെ ജാമ്യം ഇല്ലാതാക്കാനാണോ എന്ന് ചോദിക്കുകയാണ്. വിജയ് ശങ്കർ ഇപ്പൊ പറയുന്നുണ്ട്, നീയൊന്നും മിണ്ടാതിരിക്കെ, അവളുടെ ഉദ്ദേശം എന്താണെന്ന് ഞാൻ നോക്കട്ടെ എന്ന് പറയാണ്. ചന്ദ്ര ഇപ്പൊ വീണ്ടും പറയുന്നുണ്ട്, വിജയേട്ട വിട്ടുകൊടുക്കരുത്, വാദിച്ച് തുന്നം പാടുന്നത് എനിക്ക് എന്റെ കൺമുന്നിൽ കാണണം എന്നങ്ങനെ ചന്ദ്ര പറയുന്നുണ്ട്. മജിസ്ട്രേറ്റ് ആണെങ്കിൽ ഫയലുകളെല്ലാം നോക്കിക്കൊണ്ട് അച്ഛനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും ഒബ്ജക്ഷൻ ഉണ്ടോ എന്ന്. അച്ഛനപ്പ പറയുന്നുണ്ട്, യെസ് യുവർ ഓണർ, പ്രതിയുടെ ജാമ്യാപേക്ഷയെ ഞാൻ എല്ലാ അർത്ഥത്തിലും എതിർക്കുന്നു. പ്രതിയും വക്കീലും ഭാര്യ ഭർത്താക്കന്മാരാണ്. വക്കീല് എല്ലായിടത്തും സ്വാധീനമുള്ള ആളാണെന്ന് കോടതിക്കും ബോധ്യമാണല്ലോ. സ്ഥിതിക്ക് പ്രതി ജാമ്യം കിട്ടി പുറത്തിറങ്ങിയാൽ ഇവരുടെ പണവും സ്വാധീന ശക്തിയും ഉപയോഗിച്ച് കളെ വേട്ടയാടും, സാക്ഷികളെ സ്വാധീനിക്കും. കാര്യത്തിൽ 100% വാദിഭാഗം വിശ്വസിക്കുന്നു. ഇതിനാൽ പ്രതിക്ക് ജാമ്യം കൊടുക്കരുതെന്ന് ബഹുമാനപ്പെട്ട കോടതിയോട് ഞാൻ അപേക്ഷിക്കുന്നു. ഒരു കാര്യം കൂടി എനിക്ക് കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്താനുണ്ട്. കേസിലെ ആദ്യ പ്രതി മുകുന്ദൻ ഈ കേസിലെ മാപ്പുസാക്ഷിയായിരിക്കും. പോലീസിന്റെ സാക്ഷ്യപത്രമാണെന്ന് പറഞ്ഞ് അർച്ചന അതിന്റെയും ഡോക്യുമെന്റ്സ് എടുത്ത് മജിസ്ട്രേറ്റിന് കൊടുക്കുകയാണ്. ഇത് വായിച്ചുകൊണ്ട് ജഡ്ജി അർച്ചനയോട് ചോദിക്കുന്നുണ്ട്, പ്രതിയുടെ ജാമ്യാപേക്ഷ തള്ളുന്നതിന് യായ കാരണങ്ങൾ ആയിട്ടില്ലല്ലോ, മറ്റെന്തെങ്കിലും നിങ്ങൾക്ക് വെളിപ്പെടുത്താനുണ്ടോ എന്ന് ചോദിക്കാണ്. അർച്ചന ഇപ്പൊ പറയുന്നുണ്ട്, യുവർ ഓണർ, പ്രതിയോട് എനിക്ക് ചില ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അനുവാദം കോടതി എനിക്ക് തരണം എന്ന് അർച്ചന പറയുമ്പോൾ മജിസ്ട്രേറ്റ് പറയുന്നുണ്ട്, യു പ്രൊസീഡ് എന്ന്. അർച്ചന എന്നിട്ട് ചന്ദ്രയോട് ചോദ്യം ചോദിക്കുകയാണ്, നിങ്ങൾ ധരിക്കാറുള്ള ആഭരണങ്ങളെല്ലാം കാണോ അതോ ഗോൾഡ് ആണോ എന്ന് ചോദിക്കുകയാണ്. ചന്ദ്ര ഇപ്പൊ പറയുന്നുണ്ട്, ഗോൾഡ് ആണ് എന്ന്. ഞാനപ്പോ വീണ്ടും ചോദിക്കുന്നുണ്ടോ, ഉറപ്പാണോ? ചോദിച്ചാൽ എല്ലാം ഗോൾഡ് തന്നെ ആയിരിക്കുമോ എന്ന് ചോദിക്കുകയാണ്. ചന്ദ്രയാണെങ്കിൽ നിന്ന് പതറുന്നുണ്ട്, ആ ഗോൾഡ് തന്നെ ആയിരിക്കുമെന്ന് അങ്ങനെ പറയാണ്. അർച്ചന ഇപ്പോ ചോദിക്കുന്നുണ്ട്, ആയിരിക്കും അല്ലേ, പക്ഷെ നിങ്ങൾക്ക് ഉറപ്പില്ല. പ്രതിക്ക് മുമ്പാകെ കള്ളം പറയരുത്, അത് നിങ്ങളുടെ ജാമ്യത്തെ ബാധിക്കും. നിങ്ങൾക്ക് ഗോൾഡ് കവറിംഗ് ആഭരണങ്ങൾ ധരിക്കുന്ന ശീലമുണ്ടോ, ഇരിക്കുന്ന വള സ്വർണം തന്നെയാണോ എന്ന് അർച്ചന അങ്ങനെ ചോദിക്കുകയാണ്. ചന്ദ്രപ്പ മനസ്സിലങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ഇടയ്ക്കിടെ ഫാൻസി ആഭരണങ്ങൾ ഉപയോഗിക്കുന്നത് ഇവൾ കണ്ടുപിടിച്ചിരിക്കുകയാണല്ലോ. അങ്ങനെ ആലോചിച്ചുകൊണ്ട് അർച്ചനയോട് പറയുന്നുണ്ട്, ഈ വള സ്വർണമല്ല എന്ന്. അർച്ചനപ്പ തിരിച്ചു ചോദിക്കുന്നുണ്ട്, ഈശനായ ഒരു വ്യക്തിയുടെ ഭാര്യയാണ് നിങ്ങൾ, എന്തിനാണ് നിങ്ങൾ മുക്കുപണ്ടം ഉപയോഗിക്കുന്നത് എന്ന് അർച്ചന ചോദിക്കുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, ഫാൻസി ആഭരണങ്ങൾ എന്റെ ഒരു വീക്ക്നെസ് ആണ്, അതുകൊണ്ട് നല്ലത് കാണുമ്പോൾ വാങ്ങി ഉപയോഗിക്കാറുണ്ട് എന്നങ്ങനെ പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, കൊണ്ടാണോ SS ഓർണമെന്റ്സ് എന്ന കടയിൽ നിങ്ങൾ ഇടയ്ക്കിടെ പോകാറുള്ളത്? ഉള്ള ഉത്തരം മറ്റാരും പറഞ്ഞു തരില്ല, നിങ്ങൾ തന്നെയാണ് പറയേണ്ടത്. പോകാറുണ്ടോ, കള്ളം പറയരുത് എന്ന് അച്ഛൻ അങ്ങനെ പറയുന്നുണ്ട്. ചിലപ്പോ പറയുന്നുണ്ട്, ഞാൻ ഇടയ്ക്കിടെ അങ്ങോട്ടേക്ക് പോവാറുണ്ട് എന്നങ്ങനെ പറയാണ്. അർച്ചന എന്നിട്ട് ജഡ്ജിയോട് പറയുന്നുണ്ട്, യുവർ ഓണർ, ഇതിക്ക് ജാമ്യം അനുവദിക്കരുത് എന്ന് പറഞ്ഞതിന്റെ ഒരു കാരണം ഞാനിപ്പോ വെളിപ്പെടുത്തി കഴിഞ്ഞു. ഈ 2-3 കാരണങ്ങൾ കൂടിയുണ്ട്. പ്രതി ഒരു അപകടകാരിയാണ്. പോലീസ് റിപ്പോർട്ടാണ്. അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നപ്പോൾ അവരുടെ ഭാഗത്ത് നിന്ന് വയലൻസ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല സാർ, ഈ പ്രതി എന്റെ ഓഫീസിൽ കയറി വന്ന് എന്നെ ആക്രമിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന് അർച്ചന പറയുമ്പോൾ അസിസ്റ്റന്റ് വക്കീല് വിജയ് ശങ്കറിനോട് പറയുന്നുണ്ട്, സാർ എല്ലാം കൈവിട്ടു പോവുകയാണല്ലോ എന്ന്. ജഡ്ജി അപ്പോ നിങ്ങളെ ആക്രമിച്ചതിന് ദൃക്സാക്ഷികളുണ്ടോ എന്ന് അർച്ചനയോട് ചോദിക്കുമ്പോൾ ദീപ്തി പറയുന്നുണ്ട്, യുവർ ഓണർ, ഈ നിൽക്കുന്ന ചന്ദ്രലേഖ അർച്ചന അസോസിയേറ്റ്സിൽ അതിക്രമിച്ച് കയറുകയും ദേവിയെ കഴുത്തിന് പിടിച്ച് കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്തു. ഞാൻ സാക്ഷിയാണെന്ന് ദീപ്തി അങ്ങനെ പറയാണ്. അക്രമ സ്വഭാവമുണ്ടെന്ന് ഞാൻ കോടതിയെ ബോധ്യപ്പെടുത്തുന്നു എന്നങ്ങനെ ദീപ്തി പറയുമ്പോൾ വിജയ് ശങ്കർ ഇടയിൽ കയറി ഒബ്ജക്ഷൻ യുവർ ഓണർ എന്ന് പറയാണ്. ജഡ്ജിയപ്പ പറയുന്നുണ്ട്, നിങ്ങൾ അവിടെ വെയിറ്റ് ചെയ്യൂ, അർച്ചന ദേവി നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യൂ എന്ന് പറയാണ്. അച്ഛൻ എന്നിട്ട് പറയുന്നുണ്ട്, ഈ പ്രതി ജാമ്യം കിട്ടി പുറത്തിറങ്ങുന്നത് ഈ ഭാഗം വക്കീലായ എനിക്കും അപ്പുസാക്ഷിയായ മുകുന്ദനും കേസുമായി ബന്ധപ്പെട്ട സകലമാന പേർക്കും ഇവന് ഭീഷണിയാണ്. പ്രതിയുടെ ജാമ്യാപേക്ഷ നിരുപാധികം തള്ളിക്കളയാനുള്ള വ്യക്തമായ കാരണങ്ങൾ ഇതിനോടകം കോടതിയെ ഞാൻ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് എന്ന് വ്യക്തമായി വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഈ ജാമ്യാപേക്ഷ നിരസിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ദാറ്റ്സ് ഓൾ യുവർ ഓണർ എന്ന് അർച്ചന അങ്ങനെ പറയുകയാണ്. വിജയ് ശങ്കർ ആണെങ്കിൽ മനസ്സിലങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ഇവളെന്നെ നിർത്തി വെള്ളം കുടിപ്പിക്കുകയാണല്ലോ എന്ന് ചിന്തിച്ച് ആകെ നാണം കെട്ട് അങ്ങനെ നിൽക്കുകയാണ്. പിന്നീട് വിജയ് ശങ്കർ ജഡ്ജിയോട് അങ്ങനെ പറയുന്നുണ്ട്, യുവർ ഓണർ, എന്റെ പ്രതിയുടെ ജാമ്യാപേക്ഷ നിരസിക്കുന്നതിന് മുന്നേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്നങ്ങനെ പറയുമ്പോൾ ജഡ്ജി പറയുന്നുണ്ട്, നോ, കേസിന്മേലുള്ള
വാദം. ഒരു അവസരത്തിലാവും ഇപ്പോൾ പ്രതിയുടെ പോലീസ് കസ്റ്റഡിയുടെ പ്രാധാന്യം മനസ്സിലാക്കി പ്രതിയെ 7 ദിവസം പോലീസ് കസ്റ്റഡിയിലേക്ക് വിടാൻ കോടതി ഉത്തരവിടുന്നു എന്ന് ജഡ്ജി അങ്ങനെ പറയുമ്പോൾ വിജയശങ്കറും ചന്ദ്രയും ആകെ ഷോക്കായി അങ്ങനെ നിൽക്കുകയാണ്. അർച്ചനയ്ക്കും ദീപ്തിക്കും അച്ചുവിനുമെല്ലാം ഒരുപാട് സന്തോഷാവുന്നുണ്ട്. അതിനുശേഷം ചന്ദ്രയും കൊണ്ട് പോലീസുകാര് പോലീസ് സ്റ്റേഷനിലേക്ക് പോവാനായി നിൽക്കുകയാണ്. ചന്ദ്ര ഇപ്പോൾ വിജയശങ്കറിനോട് പുറത്തു വെച്ച് സംസാരിക്കുന്നുണ്ട്. ഏട്ടാ, നിങ്ങൾ തോറ്റുപോയല്ലേ? പ്രതിയിലെ പുലി വെറും എലിയാണെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത് എന്നങ്ങനെ ചന്ദ്ര പറയുമ്പോൾ വിജയശങ്കർ പറയുന്നുണ്ട്, ചന്ദ്രേ, നിന്റെ പിഴവുകളാണ് നിനക്ക് ജാമ്യം കിട്ടാതെ പോയത്, അതെ അത് എന്റെ കുറ്റമല്ല എന്ന് പറയാണ്. ചന്ദ്ര അപ്പൊ പറയുന്നുണ്ട്, ദേ കേസ് തോറ്റിട്ട് എന്നോട് മറ്റുള്ളവരോട് പറയുന്നത് പോലെ മുടന്ന ന്യായങ്ങൾ പറയണ്ട, നാളെ തന്നെ ഹൈക്കോടതിയിലേക്ക് പോകാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. വിജയശങ്കർ അപ്പൊ പറയുന്നുണ്ട്, നടക്കില്ല, ഇനി 4 ദിവസം കഴിഞ്ഞേ ബെയിൽ അപ്ലിക്കേഷൻ മറ്റൊരു കോടതിയുമായി സമീപിക്കാൻ പറ്റൂ എന്ന് വിജയശങ്കർ പറയുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, 4 ദിവസമോ? 4 ദിവസത്തേക്ക് എന്നെ അകത്തിടാൻ വേണ്ടി നിങ്ങൾ കൂടി പ്ലാൻ ചെയ്ത കളിയാണോ ഇത് എന്നങ്ങനെ ചന്ദ്ര ചോദിക്കുകയാണ്. അതിനുശേഷം അച്ചു പറയുന്നുണ്ട്, മതി മതി, പിടിച്ച് വണ്ടിയിനകത്ത് കയറ്റിയെന്ന് പറയാണ്. ചന്ദ്രയെ പിടിച്ച് പോലീസുകാരെ കയറ്റാനായി പോകുമ്പോൾ ചന്ദ്ര അങ്ങനെ പറയുന്നുണ്ട്, ഈശ്വര, 4 ദിവസം ഞാൻ എങ്ങനെ പോലീസ് സ്റ്റേഷനിൽ ജീവിക്കും? വിജയേട്ടാ, ദേ 2-3 സാരികളും മേക്കപ്പ് ബോക്സും കൊടുത്തയക്കണേ എന്നങ്ങനെ പറയാണ്. ആണെങ്കിൽ ദേഷ്യം കൊണ്ട് ഇവരെ പിടിച്ച് വണ്ടിയിൽ കയറ്റിയെന്ന് പറഞ്ഞ് ചന്ദ്രയും കയറ്റിക്കൊണ്ട് അവിടെ നിന്നും പോവുകയാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് അർച്ചനയും ദീപ്തിയും വരുന്നുണ്ട്. അവരെ നോക്കിക്കൊണ്ട് ഒട്ടും അഹങ്കാരവും ദേഷ്യവും കുറയ്ക്കാതെ വിജയശങ്കർ പറയുന്നുണ്ട്, ഭാര്യയെ അകത്താക്കിയിട്ട് നീയൊന്നും ഇവിടെ വിലസി നടക്കില്ലടി, നീയൊന്നും ഈ പണിയെടുത്ത് ജീവിക്കില്ല, എന്ത് ചെയ്യുമെന്ന് നീയൊക്കെ ഇനി കാണാനിരിക്കുന്നതേയുള്ളൂ എന്ന് വിജയശങ്കർ പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, അധികം ശബ്ദമുയർത്തണ്ട സാർ, കാണിക്കുന്ന ഈ ശൗര്യം അകത്ത് കണ്ടില്ലല്ലോ. ആവേശം സ്വന്തം ഭാര്യയ്ക്ക് വേണ്ടി പുറത്തെടുത്തിരുന്നുവെങ്കിൽ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലേക്ക് പോവില്ലായിരുന്നു. നീ അനുഭവിക്കാൻ പോകുന്നത് നിങ്ങളും നിങ്ങളുടെ ഭാര്യയുമാണ്. അനിയന്റെ ജാമ്യാപേക്ഷ നിങ്ങൾ എന്തോ തിരിമറി നടത്തി കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചു. അതേ കോടതിക്ക് മുന്നിൽ സ്വന്തം ഭാര്യയുടെ ജാമ്യത്തിനു വേണ്ടി വിയർപ്പ് മുട്ടി വിയർത്തു. ഇതാണ് സാർ കർമ്മ റിവേഴ്സ് എന്ന് പറയുന്നത്. നിങ്ങളുടെ ഭാര്യ നടത്തിയ എല്ലാ കള്ളക്കളികളും എനിക്കറിയാം. എന്റെ കുടുംബത്തെ ഇല്ലാതാക്കാൻ ശ്രമിച്ച അവളെ ഞാൻ വിട്ടുകളയില്ല. കേസിൽ ഏതറ്റം വരെയും ഞാൻ പോവും. നിങ്ങളുടെ ഭാര്യ ശിക്ഷിക്കപ്പെട്ടിരിക്കുമെന്ന് പറഞ്ഞ് അർച്ചന അങ്ങനെ ജയശങ്കറിനെ താക്കീത് കൊടുത്തുകൊണ്ട് അവിടെ നിന്നും പോവുകയാണ്. ചന്ദ്രയാണെങ്കിൽ ലോക്കപ്പിൽ കിടന്ന് ജഡ്ജിക്ക് മുന്നിൽ അർച്ചന സംസാരിച്ച കാര്യങ്ങളെല്ലാം ഓർത്തുകൊണ്ട് അങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ഒരു വനിതാ പോലീസ് ചന്ദ്രയ്ക്ക് കഴിക്കാനുള്ള ഭക്ഷണവുമായി വരുന്നത്. ചന്ദ്രയ്ക്ക് അത് കൊടുക്കുമ്പോൾ ചന്ദ്ര അത് വാങ്ങിച്ചുകൊണ്ട് ഇതെന്താണെന്ന് ചോദിക്കുകയാണ്. വനിതാ പോലീസ് അപ്പൊ പറയുന്നുണ്ട്, ഇത് നിനക്ക് കഴിക്കാനുള്ള അത്താഴമാണ് എന്നങ്ങനെ പറയുമ്പോൾ ചന്ദ്ര ചോദിക്കുന്നുണ്ട്, അതെനിക്ക് മനസ്സിലായി, ഇതിലെന്താണ് എന്ന് ചോദിക്കുകയാണ്. വനിതാ പോലീസ് അപ്പൊ പറയുന്നുണ്ട്, തട്ടുകടയിലെ നല്ല ദോശയും സാമ്പാറും ചമ്മന്തിയുമാണെന്ന് പറയാണ്. ചന്ദ്ര അപ്പൊ പറയുന്നുണ്ട്, നിങ്ങൾ കഴിക്കുന്ന ആഹാരമല്ലേ, ഞാൻ ഇതൊന്നും കഴിക്കാറില്ല, കഴിക്കാത്ത ഫുഡ് കൊണ്ടുവന്നാൽ ഞാൻ എങ്ങനെ കഴിക്കും? രാത്രി ഞാൻ ഇതല്ല കഴിക്കാറ്, ഇത് കൊണ്ടുപോയി നിങ്ങൾ കഴിക്കുകയെന്ന് ചന്ദ്ര അങ്ങനെ പറയുമ്പോൾ ഇത് കേട്ടുകൊണ്ട് അങ്ങോട്ടേക്ക് അച്ചു വരികയാണ്. ഇവിടെ എന്താണ് പ്രശ്നമെന്ന് അച്ചു അങ്ങനെ ചോദിക്കുകയാണ്. വനിതാ പോലീസ് അപ്പൊ പറയുന്നുണ്ട്, ഇവർക്ക് ഈ ഫുഡ് വേണ്ടെന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞ് വനിതാ പോലീസ് അവിടെ നിന്നും പോവുകയാണ്. അച്ചു പിന്നീട് ചന്ദ്രയോട് സംസാരിക്കുന്നുണ്ട്, എന്താണ് നിങ്ങൾക്ക് ഫുഡ് വേണ്ടാത്തത് എന്ന് ചോദിക്കുകയാണ്. ചന്ദ്ര അപ്പൊ പറയുന്നുണ്ട്, ഞാൻ രാത്രിയിൽ എന്താണ് കഴിക്കുന്നതെന്ന് നിനക്ക് അറിയുന്നതല്ലേ, ഡെയിലി ചിക്കനും മട്ടനും കഴിച്ചുകൊണ്ട് ഇരിക്കുന്ന എനിക്ക് ഈ ദോശയും സാമ്പാറൊന്നും പറ്റില്ല, എന്നിട്ടും ഇതാണോ വാങ്ങിച്ചു തരുന്നത്? ചീപ്പ് ഫുഡ് എനിക്ക് വേണ്ട, നീ ആ ഫോൺ ഇങ്ങോട്ടേക്ക് താ, ഞാൻ വീട്ടിൽ വിളിച്ചു പറഞ്ഞിട്ട് എനിക്കുള്ള ഫുഡ് എത്തിച്ചോളാമെന്ന് ചന്ദ്ര അങ്ങനെ പറയാണ്. അച്ചു അപ്പൊ പറയുന്നുണ്ട്, ഇതൊന്നും ഇവിടെ നടക്കില്ല, നിങ്ങൾക്ക് ഫോൺ തരാനും കഴിയില്ല, നിങ്ങൾ പോലീസ് കസ്റ്റഡിയിലിരിക്കുന്ന പ്രതിയാണ്, നിങ്ങളുടെ ആഹാരം എന്താണെന്ന് ഞങ്ങൾ തീരുമാനിക്കും, ആരുമായിട്ട് സംസാരിക്കണമെന്നും ഞങ്ങൾ തീരുമാനിക്കും. കസ്റ്റഡിയിലിരിക്കുന്ന പ്രതികൾക്ക് ഇതുപോലെയുള്ള പല റെസ്ട്രിക്ഷൻസും ഉണ്ടാവും. എല്ലാ ദിവസവും വീട്ടിൽ ചിക്കനും മട്ടനൊക്കെ തൊട്ട് വേണ്ടതും വേണ്ടാത്തതുമായ ഫുഡല്ലേ കഴിക്കുന്നത്. ദിവസം ദോശയും സാമ്പാറും ചമ്മന്തിയും കഴിച്ചെന്ന് കരുതി ഒന്നും വരില്ല ചേച്ചി എന്നങ്ങനെ അച്ചു പറയുമ്പോൾ ചന്ദ്രയാണെങ്കിൽ ദേഷ്യം കൊണ്ട്, എനിക്ക് വേണ്ട ഈ ഫുഡ്, എന്റെ പട്ടിക്ക് പോലും ഈ ഫുഡ് വേണ്ട എന്ന് പറഞ്ഞ് ഫുഡ് എടുത്ത് എറിയാനായി നിൽക്കുമ്പോൾ അച്ചു ഷൗട്ട് ചെയ്യാണ്. ചന്ദ്ര അപ്പോൾ ആ ഫുഡ് കയ്യിൽ തന്നെ വെക്കുകയാണ്. ഇതോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.